സീപ്ലെയിൻ പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമല്ലെന്ന് പഠന റിപ്പോർട്ട്. സീപ്ലെയിനുകൾ ജലമലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്നും ഇവയുടെ ലാൻഡിംഗ് മത്സ്യപ്രജനനത്തെ ബാധിക്കുന്നില്ലെന്നുമായിരുന്നു ശാസ്ത്രജ്ഞരടങ്ങിയ 6 അംഗ സമിതിയുടെ കണ്ടെത്തൽ. എന്ന് മാത്രമല്ല, പദ്ധതി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആദ്യമായി ന്യൂസ് 18 പുറത്തുവിടുകയും 2014 ശാസ്ത്രജ്ഞർ അടങ്ങുന്ന 6 അംഗ കമ്മിറ്റിയാണ് വിവാദ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തിയത്. 9 അധ്യായങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് സീപ്ലെയിൻ പദ്ധതിയെക്കുറിച്ചുള്ള പല അബദ്ധധാരണകളും ദൂരീകരിക്കുന്നതാണ്. അബദ്ധം 1. സീപ്ലെയിൻ കായലിന്റെ അടിത്തട്ട് ഇളക്കി മറിക്കും. പ്ലെയിൻ പറന്നിറങ്ങുന്നതിനായി 1.5 കിലോമീറ്റർ നീളമുള്ള റൺവേയും ഹൈഡ്രോഡോം സ്ഥാപിക്കുന്നതിനായി 250 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലവുമാണ് കായലിൽ ആവശ്യം. സാധാരണ ലാൻഡിംഗിൽ നിന്ന് വ്യത്യസ്തമായി സാവകാശത്തിൽ തെന്നിയാണ് ലാൻഡിംഗ്. ഇത് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന പ്രകമ്പനം മാത്രമാണ് കായലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്നത്. മത്സ്യപ്രജനനത്തെ തടയും വിധം അടിത്തട്ട് ഇളക്കി മറിക്കുകയോ ജലത്തിന്റെ രാസഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നില്ലെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സീപ്ലെയിൻ ഇന്ധനം നിറയ്ക്കുന്നത് എയർപോർട്ടിൽ നിന്നുമാണ്. പ്ലെയിനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം മാലിന്യങ്ങളും പുറന്തള്ളാനില്ല. ഈ മേഖലയിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന കരിമീനുകൾ മുട്ടയിടുന്നത് അധികം ആഴമില്ലാത്ത ഇടങ്ങളിൽ തെളിമയുള്ള വെള്ളത്തിലാണ്. റൺവേക്ക് വേണ്ടതാകട്ടെ ആഴമുള്ള ഇടവും. അബദ്ധം 2. സീപ്ലെയിൻ മത്സ്യസമ്പത്തിനെ ബാധിക്കും. തൊഴിലാളി സംഘടനകൾ ആരോപിച്ചതുപോലെ ആശങ്ക പരത്തും വിധം ജലമലിനീകരണമോ പാരിസ്ഥിതിക ആഘാതമോ ഉണ്ടാക്കുന്നതല്ല പദ്ധതിയെന്ന് പഠനം വ്യക്തമാക്കുന്നു. പ്ലെയിൻ പറന്നിറങ്ങുന്ന ഘട്ടത്തിൽ മത്സ്യപ്രജനനത്തെ ദോഷകരമായി അത് ബാധിക്കുമെന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഞങ്ങളുടെ പഠനത്തിൽ യഥാർത്ഥത്തിൽ ഒരു സീപ്ലെയിൻ വന്നിറങ്ങുന്ന സ്ഥലത്ത്, അതിന് ഹൈഡ്രോഡ്രോം എന്നാണ് പറയുന്നത്, ആ സ്ഥലത്ത് ടർബുലൻസ് മത്സ്യോത്പാദനത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടർബുലൻസ് ഉണ്ടാവുന്നില്ല എന്നാണ് കണ്ടത്. യഥാർത്ഥത്തിൽ പ്രാണവായുവിന്റെ അളവ് കൂടുതലാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരു ചേർണിങ് ഉണ്ടാകുന്നില്ല, കാരണം 1-1.5 മീറ്റർ ആഴമുള്ള സ്ഥലമാണ്. അബദ്ധം 3. കായലിൽ വലിയ നിർമ്മാണങ്ങൾ നടക്കും. ബോയകളും സഞ്ചാരികൾക്ക് ഇറങ്ങാനുള്ള ഫ്ലോട്ടിംഗ് ജെട്ടിയും ടെർമിനലായി ഉപയോഗിക്കുന്ന ഹൌസ് ബോട്ടുകളുമെല്ലാം താൽക്കാലിക നിർമ്മാണമായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്നില്ല. ലാൻഡിംഗ് സമയത്ത് ജലോപരിതലത്തിൽ സീപ്ലെയിൻ ഉണ്ടാക്കുന്ന ഇളക്കം ജലത്തിൽ പ്രാണവായുവിന്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ഇത് മത്സ്യവളർച്ചയ്ക്ക് ഗുണകരമാണ്. അതേസമയം മത്സ്യബന്ധനം നിരോധിക്കേണ്ടി വരുന്ന മേഖലയിലെ തൊഴിലാളികളുമായി ചേർന്ന് വേണം പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. പുന്നമടക്കായലിൽ പദ്ധതി നടപ്പാക്കരുത്. പകരം മീൻപിടുത്തം കുറവായ വട്ടക്കായലോ മലിനപ്പെട്ട് കിടക്കുന്ന നെടുമുടിയിലെ പൂതപ്പണ്ടം കായലിലോ പുറക്കാട്ടെ സ്മൃതിവനമോ സീപ്ലെയിന്റെ ലാൻഡിംഗ് ഏരിയയായി തെരഞ്ഞെടുക്കാനാകുമെന്നും പഠന റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. പ്ലെയിൻ എന്നുള്ള ഓപ്പറേഷൻസ് വഴി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ വളരെ സീരിയസ് അല്ല, മറിച്ച് ഇന്റൻസീവായിട്ടുള്ള ഫിഷിംഗ്, വളരെ തീവ്രമായ ഫിഷിംഗ് നടക്കുന്ന മേഖലകളിലെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒഴിവാക്കണം. സാമൂഹ്യ ബന്ധമില്ലാത്ത ഒരു പ്രോജക്റ്റും വിജയിക്കില്ല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശം കണ്ടെത്തണം. ഞങ്ങളത് പറഞ്ഞു, കായലിലെ വട്ടക്കായലാണ്. പൂതപ്പണ്ടം കായലിൽ ഒരു കായലുണ്ട് നെടുമുടിക്കടുത്ത്. കമ്മിറ്റി 2014 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു വ്യക്തമായ പഠന റിപ്പോർട്ട് ഉണ്ടായിട്ടും ആശങ്കയുടെ പുകമുറ ഇന്നും സൃഷ്ടിക്കുകയാണ് CPI. പണ്ട് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ ഇടതുപക്ഷം നടത്തിയ സമരം പോലെ പരിഹാസ്യമായി ഈ സമരവും നാളെ ചരിത്രത്തിൽ ഇടം നേടും. മലയാളികൾക്ക് ഒരു പദ്ധതി കൂടി നഷ്ടമാവുകയും ചെയ്യും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. അതാണ് സീപ്ലെയിൻ പദ്ധതി സംബന്ധിച്ച 2017 തന്നെ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായ സൂചനകളുണ്ട്. പദ്ധതി ദോഷകരമല്ല, പരിസ്ഥിതിക്ക് ദോഷകരമല്ല എന്ന കാര്യം കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും വീണ്ടും ഈ രാഷ്ട്രീയ വിവാദം ഉയർന്നു വരുമ്പോൾ നമുക്ക് എല്ലാ പദ്ധതികളെയും കണ്ണടച്ച് എതിർക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. കാരണം രാഷ്ട്രീയപരമായ നിലപാടുകൾ ഉണ്ടാവും, പക്ഷേ ആ നിലപാടുകൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണ്ടേ? എന്നും എക്കാലവും എതിർക്കപ്പെടേണ്ടതാണോ നമ്മുടെ വികസന പദ്ധതികൾ? ഒപ്പം എതിർക്കപ്പെടേണ്ട പദ്ധതികളെ എതിർക്കണം, പക്ഷേ അനുകൂലിക്കേണ്ടവയെ അനുകൂലിക്കേണ്ടേ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ്. എന്താണ് സീപ്ലെയിൻ വിവാദത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം? ഇതിന് പിന്നിൽ ഉയരുന്ന എതിർ ശബ്ദങ്ങൾക്ക് വാസ്തവമുണ്ടോ? അതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ,
ആദ്യം തന്നെ എന്താണ് ഈ ശാസ്ത്രജ്ഞരുടെ സമിതി, ഇവരെ എന്ന് ആര് നിയോഗിച്ചു, എന്തായിരുന്നു ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ പ്രധാനം നമ്മൾ പരാമർശിച്ചു, ഒപ്പം ഈ സമിതിയുടെ സ്വഭാവം അതെന്തായിരുന്നു ശരണ്യ? സൈത്ത് 2013 നമ്മൾ കണ്ടതാണ്. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് മത്സ്യപ്രജനനത്തെ ബാധിക്കും, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ കായൽ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെത് എന്നുള്ളതായിരുന്നു ആക്ഷേപം. തുടർന്ന് വലിയ സമരങ്ങൾക്കൊടുവിൽ ആലപ്പുഴയിൽ സീപ്ലെയിൻ ഇറക്കാതെ അഷ്ടമുടി കായലിൽ നിന്ന് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട 16 കോടിയോളം രൂപ ചെലവ് വന്ന പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അതിനെ തുടർന്ന് ആ വിവാദങ്ങളെ തുടർന്നാണ് സീപ്ലെയിൻ പദ്ധതിയെ കുറിച്ച് വിശദമായി പഠിക്കാനായി അന്നത്തെ സർക്കാർ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി അന്നത്തെ ടൂറിസം സെക്രട്ടറി ആയിരുന്ന സുമൻ ബിലയാണ് അന്ന് ടൂറിസം സെക്രട്ടറി. അദ്ദേഹത്തിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു 6 അംഗ സമിതിയാണ് അന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. ഇവർ ആൻഡമാനിലടക്കം പോയി കേരളത്തിലുടനീളം വിവിധയിടങ്ങളിൽ പഠനം നടത്തി. അങ്ങനെ ഈ 6 അംഗ സമിതിയാണ് 2014 ഡിസംബറിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതായത് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഒപ്പം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ടൂറിസം രംഗത്തിന് എങ്ങനെ ഗുണകരമാകും. ഏറ്റവും പ്രധാനപ്പെട്ടതായി ആ റിപ്പോർട്ടിൽ പറയുന്നത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുമായുള്ള ഒരു സമവായം, പ്രാദേശികമായ ഒരു സപ്പോർട്ട് ഏത് പദ്ധതി വിജയിക്കുന്നതിനും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമന്വയത്തിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, പിന്നീട് ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. മാത്രമല്ല ഈ പദ്ധതി പിന്നീട് നടപ്പിലാകാതെയും പോയി. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അത് ഇത്രയും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സീപ്ലെയിൻ പദ്ധതി വലിയ ആഘോഷത്തോടു കൂടി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചു. ടൂറിസം രംഗത്തിന് വളരെ ഗുണകരമാകുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ പോലും ബാക്ക് വാട്ടർ ടൂറിസത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ആലപ്പുഴയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് സർക്കാർ അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കി ആലപ്പുഴയെ കൺസിഡർ ചെയ്യാതെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഇത് എത്രമാത്രം സാമ്പത്തികമായി നേട്ടം സർക്കാരിന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നു. ഒപ്പം അതേ സമയം തന്നെ ഇവിടെ പഴയ ഒരു മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ, ഫിഷർമാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയുമാണ്. അതിന് മുൻകൈ എടുക്കുന്നത് സർക്കാരിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPI ആണ് എന്നുള്ളതാണ്. CPI നേതൃത്വത്തിൽ AITUC ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ശരണ്യയിലേക്ക് ഞാൻ വരാം. അതിന്